നമസ്കാരം. എൻ്റെ പേര് റെന്നി ജോൺ. ഞാൻ കൊല്ലം ജില്ലയിലെ തലവൂർ എന്ന ഗ്രാമത്തിൽ പറങ്കിമാമുള്ളിൽ താമസിക്കുന്നു. ഞാൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് എൻ്റെ പ്രവാസ ജീവിതം ആരംഭിച്ചത്. ആദ്യമായിട്ട് ഞാൻ പോകുന്നത് വെസ്റ്റ് ആഫ്രിക്കയിലെ സെയ്റാലിയോൺ എന്ന രാജ്യത്താണ്. ആ രാജ്യത്തെന്ന് പറയുന്നത് അവിടെ ഗോത്രവർഗ്ഗങ്ങൾ തമ്മിലും റിബൽസ് തമ്മിലുമുള്ള ഒരു ഭയങ്കരമായ യുദ്ധങ്ങളും പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു മിഷൻ അവിടെ ഉണ്ടായിരുന്നു. ആ മിഷനിലേക്കാണ് ഞാൻ ജോലിക്കായിട്ട് ആദ്യമായിട്ട് അവിടെ ചെല്ലുന്നത്. ഞാൻ 1995 ഇവിടെ നിന്ന് ഡൽഹിയുടെ പ്രദേശങ്ങളിലേക്ക് ഒരു ജോലിക്കായിട്ട് പോയി. അങ്ങനെ അവിടെ ഒരു 6 വർഷം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ അമ്മയുടെ ബ്രദർ വർഗീസ് മാത്യു, അദ്ദേഹമാണ് എന്നെ ആഫ്രിക്കയിലേക്ക് കൊണ്ടുപോകുന്നത്. അന്ന് ഞാൻ അവിടെ ഡൽഹിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ തിരിച്ച് എൻ്റെ നാട്ടിൽ കേരളത്തിലേക്ക് വരണമെന്നും ഇവിടെ തന്നെ നിൽക്കാമെന്നും ഒക്കെ ആഗ്രഹിച്ച് ഞാൻ റിസൈൻ ചെയ്ത് നിൽക്കുന്ന സമയത്താണ് എനിക്ക് അപ്രതീക്ഷിതമായിട്ട് അങ്കിളിൻ്റെ കോള് വരുന്നത്. അദ്ദേഹം പറഞ്ഞു, എത്രയും പെട്ടെന്ന് അവിടുന്ന് കയറി വരാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെക്കണം എന്ന് എന്നോട് അവിടുന്ന് പറയുകയുണ്ടായി. അങ്ങനെയാണ് ഞാൻ അവിടേക്ക് പോകാനായിട്ട് സാധിച്ചത്. അതിനു മുമ്പേ എൻ്റെ അച്ചാച്ചൻ, അതായത് എൻ്റെ ഫാദർ, എൻ്റെ അങ്കിളിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനെയും കൂടെ എങ്ങനെയെങ്കിലും ഒരു വിദേശത്തേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഈ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിച്ചത്. അത് തികച്ചും ഒരു യാദൃച്ഛികമായിട്ടാണ് അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. കാരണം ഞാൻ ഒരിക്കലും ഇന്ത്യ വിട്ട് മറ്റൊരു ദേശത്തേക്ക് പോകുമെന്ന് കരുതിയതേ അല്ല. എങ്കിലും എനിക്ക് പടിഞ്ഞാറൻ ആഫ്രിക്കയുടെ പ്രദേശത്തേക്ക് പോകുവാനും അവിടെ 2 വർഷത്തോളം അവിടെ ജോലി ചെയ്യുവാനായിട്ടൊക്കെ സാധിച്ചു. അവിടെയൊക്കെ എന്നെ ദൈവം വളരെ കാത്തു പരിപാലിച്ചു. എൻ്റെ ജീവിതത്തിലെ വളരെ നല്ല ഒരു അനുഭവം എനിക്ക് അവിടെ മുതൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടുവാനായിട്ട് സാധിച്ചു. അതിനുശേഷം ഞാൻ അവിടെ നിന്നും താൻസാനിയയിൽ, അതുപോലെ തന്നെ ഉഗാണ്ടയിൽ, അതുപോലെ തന്നെ സുഡാൻ എന്നിങ്ങനെയുള്ള രാജ്യങ്ങളിലെല്ലാം എനിക്ക് ഈ ഐക്യരാഷ്ട്രസഭയുടെ പീസ് കീപ്പിംഗ് മിഷനിലേക്ക് എനിക്ക് ജോലി ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ ചില അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രതിസന്ധികൾ നേരിടുന്ന ആ ഒരു സമയത്തൊക്കെ ഒരു ദൈവത്തിൻ്റെ ഒരു കരുതൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നുവെന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എപ്പോഴും ഞാനത് ദൈവത്തോട് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത് പീസ് കീപ്പിംഗ് മിഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സമാധാന സേനയുടെ മിഷൻ എന്ന് പറയുന്നത് എപ്പോഴും വളരെ പ്രശ്നബാധിതമായ സ്ഥലങ്ങളാണ്. ആ രാജ്യങ്ങളിലൊക്കെ പ്രവർത്തിക്കുവാനായിട്ടൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള കാര്യങ്ങളാണ്. കാരണം ജീവൻ പോലും പണയപ്പെടുത്തിയുള്ള ഒരു ജീവിതമാണ് നമ്മളവിടെ നയിക്കുന്നത്. അവിടെ അല്ലെങ്കിൽ ആ ജീവിതമാണ് നമുക്കവിടെ കിട്ടുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അങ്ങനെ ഇരിക്കെ എനിക്ക് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്ന് പറയുന്ന കോങ്കോ എന്ന രാജ്യത്ത് ഞാൻ അവിടുത്തെ പല സ്ഥലങ്ങളിലായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബുറുണ്ടിയുടെ അതിർത്തിയിലാണ് ആ സമയത്ത് എനിക്ക് അവിടെയാണ് ഡിപ്ലോയ്മെൻറ്റ് കിട്ടിയത്. ആ സമയത്ത് ഞാൻ ഒറ്റയ്ക്കായിരുന്നു അവിടെ ആ ഒരു മിഷൻ്റെ ആ ഒരു ഭാഗത്തിൻ്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്താണ് എനിക്കൊരു വലിയൊരു പ്രശ്നം അവിടെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. എൻ്റെ ഓഫീസും എൻ്റെ അക്കോമഡേഷനുമെല്ലാം ഒരേ കോമ്പൗണ്ടിൽ തന്നെയായിരുന്നു. ആ സമയത്ത് എനിക്ക് പല 3-4 സെക്യൂരിറ്റീസ് എൻ്റെ ആ കോമ്പൗണ്ടിലുണ്ട്. ഒരു ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ് ഓഫീസിൽ ചെല്ലുമ്പോൾ എൻ്റെ ഓഫീസിനകത്ത് എന്തോ എനിക്കൊരു
മാറ്റം അല്ലെങ്കിൽ എന്തോ സംഭവിച്ചതായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷേ എന്താണെന്ന് എനിക്കത് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. പക്ഷേ ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ കയ്യിൽ ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നിരുന്ന പണം സൂക്ഷിച്ചിരുന്ന ആ സേഫ് മൊത്തമായിട്ട് അവിടെ നിന്നും ഓഫീസിൽ നിന്നും മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കുന്നത്. ആ സമയത്ത് വളരെ ഒരു വിഷമഘട്ടത്തിലായിരുന്നു ഞാൻ. കാരണം ഏകദേശം അന്നത്തെ കാലത്ത് അത് $25,000 അന്നത്തെ കാലത്ത് അത് ഏതാണ്ട് ഒരു 10 ലക്ഷത്തോളം രൂപയോളം അന്ന് നമുക്ക് അതിൻ്റെ മൂല്യം കണക്കാക്കാൻ പറ്റും. ആ സമയത്ത് ഞാൻ എല്ലാവരെയും വിളിച്ചു, എൻ്റെ സ്റ്റാഫിനെയൊക്കെ വിളിച്ചിട്ട് അവർക്കാർക്കും ഒന്നും പറയാൻ വയ്യാത്തൊരു സ്ഥിതി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞത്. കാരണം ഈ സമയത്തൊക്കെ നമ്മളെ കള്ളനാക്കുന്ന ഒരവസ്ഥയുണ്ടാവും. കാരണം ഞാൻ തന്നെ അത് ചെയ്ത് ആ പൈസ അടിച്ചു മാറ്റിയതാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എനിക്കത് വലിയൊരു വിഷമമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഞാനത് ചെയ്യാത്ത ഒരു കുറ്റം എൻ്റെ മേൽ ആരോപിക്കപ്പെടും എന്നുള്ളത് വന്നപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച ഒന്നേ ഉള്ളൂ, ഇതിൻ്റെ സത്യാവസ്ഥ തെളിയണം, ഇത് ആര് കൊണ്ടുപോയാലും അതെനിക്ക് തിരിച്ചു കിട്ടണം എന്നുള്ള ആ ഒരു പ്രാർത്ഥനയിൽ മാത്രമാണ് ഞാൻ ആ ദൈവത്തോട് പ്രാർത്ഥിച്ചത്. ആ സമയത്താണ് എനിക്ക് മനസ്സിലാവുന്നത്, എൻ്റെ ലോക്കൽ സ്റ്റാഫിലെ പലരും വന്നിട്ട് പറഞ്ഞു, അന്ന് ഡ്യൂട്ടിക്കുണ്ടായിരുന്ന ഒരു സെക്യൂരിറ്റി അവനെ കാണുന്നില്ല, അവൻ ഇന്ന് വരേണ്ടതായിരുന്നു, അവൻ വന്നിട്ടില്ല. പിന്നീട് ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ അവനെ തിരക്കിയുള്ള പല ഫോൺ കോളുകളൊക്കെ ചെയ്ത് ഞാനിത് ചെയ്യുമ്പോൾ ഒരു ദിവസം യാദൃച്ഛികമായിട്ട് തന്നെ അവൻ എന്നെ വിളിക്കുന്നു. അവൻ്റെ പേര് മാറ്റി പറഞ്ഞ് വേറൊരു രീതിയിലാക്കി എന്നോട് സംസാരിക്കുന്നു. എന്നെ വിളിച്ചത് ബോസ് എന്നാണ് വിളിച്ചത്. അപ്പോഴേ എനിക്ക് പിടികിട്ടി ആളാരാണെന്ന്. പക്ഷേ ആളാരാണെന്ന് ഞാൻ മനസ്സിലാക്കി എന്നുള്ളതായ അവനെ അറിയിക്കാതെ തന്നെ ഞാൻ അവനോട് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ അവരോട് ചോദിച്ചു, എന്താണ്, എവിടെ നിന്നാണ് വിളിക്കുന്നത്? എല്ലാം എന്നോട് കള്ളം പറഞ്ഞിട്ട് എന്നോട് പറയുകയാണ്, ഞാൻ അറിഞ്ഞു നിങ്ങളുടെ ഓഫീസിൽ നിന്ന് കുറേ പണം നഷ്ടപ്പെട്ടതായിട്ട് ഞാൻ അറിഞ്ഞു. അത് ഒരു $2,000 എനിക്ക് തരാമെന്നുണ്ടെങ്കിൽ അതാരാണ് കൊണ്ടുപോയത് എന്ന് ഞാൻ പറഞ്ഞു തരാം എന്ന് എന്നോട് പറയും. ഞാൻ പറഞ്ഞു 2,000 തരാം, ആരാണ് കൊണ്ടുപോയത്, ആ കൊണ്ടുപോയ പൈസ തിരിച്ചു കൊണ്ടുവരണം എന്ന് ഞാൻ അവനോട് പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം എന്നെ വിളിച്ചില്ല. അത് കഴിഞ്ഞിട്ട് 3-ാമത്തെ ദിവസം വീണ്ടും എന്നെ ഈ പൈസയ്ക്ക് വേണ്ടി വിളിച്ചു. ഈ സമയം ഞാൻ എൻ്റെ മേലധികാരികളെ അറിയിക്കുകയും ഈ നമ്പർ കൈമാറുകയും ചെയ്തു. അങ്ങനെ $2,000 തരാമെന്ന് പറഞ്ഞ് അവിടുത്തെ പോലീസ് മേധാവികളെ കൊണ്ട് പിടിപ്പിക്കുകയുണ്ടായി. എന്തായാലും പൈസ തിരിച്ച് കിട്ടിയില്ല എങ്കിൽ പോലും ഒരു സത്യാവസ്ഥ അവിടെ തെളിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ മോഷ്ടിക്കപ്പെട്ടതാണ്, ഇന്ന ആളാണ് മോഷ്ടിച്ചത് എന്നുള്ള ആ ഒരു വ്യക്തമായ കാര്യം എൻ്റെ മേലധികാരികൾക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ സഹപ്രവർത്തകർക്കുമെല്ലാം മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ഇതെൻ്റെ ജീവിതത്തിലൊരു വലിയൊരു മാറ്റം ഉണ്ടാക്കി എന്നുള്ളത് എനിക്ക് അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഞാൻ അത്രത്തോളം വിഷമിച്ചത് ഒരു കാര്യമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. നമ്മുടെ ജീവിതത്തിൽ ഒരു കള്ളനാണ് എന്ന് മറ്റുള്ളവർ നമ്മെ വിളിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു തീഷ്ണത നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും അതിൽ നിന്നും എൻ്റെ ദൈവം എന്നെ കാത്തു പരിപാലിച്ചു എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷത്തോടു കൂടി ഇവിടെ പറയുവാനായിട്ട് സാധിക്കും. ഞാൻ ചെന്ന സ്ഥലങ്ങളിലൊക്കെ അവിടെ ആരാധിക്കുവാനായിട്ടുള്ള വലിയ സാഹചര്യങ്ങളൊന്നുമില്ല. കാരണം അവിടെയൊക്കെ നമ്മളൊരു പക്ഷേ പള്ളിയിലേക്ക് പോവുകയും അല്ലെങ്കിൽ അതൊരു ഔട്ട്സ്കേർട്ടായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ആരാധനയ്ക്കായിട്ട് പള്ളികളിലോ അല്ലെങ്കിൽ ആരാധനാലയങ്ങളിലോ ഒന്നും പോകുവാനായിട്ടുള്ളൊരു സാഹചര്യവും ഒന്നുമില്ല. ആ സമയത്ത് നമ്മൾ സ്വന്തമായിട്ട് നമ്മളുടെ മുറിയിലിരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. എന്നാൽ ചില രാജ്യങ്ങളിൽ അതിൻ്റെ
തലസ്ഥാന നഗരങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് പോകാം. അവിടെ അവരുടെ ഭാഷയിലുള്ള പിന്നെ ആരാധനകളൊക്കെ ആയിരിക്കും. പക്ഷെ നമുക്കൊന്നും മനസ്സിലാകത്തില്ല എന്നുള്ളത് കൊണ്ടും കൂടുതൽ ആളുകൾ അതിലേക്ക് പോകാതെ സ്വന്തമായിട്ട് പിന്നെ റൂമിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ടൊക്കെ പിന്നെ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണ് ഞാനും ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഞാൻ എൻ്റെ മുറിയിലിരുന്ന് ഞാൻ എൻ്റെ വേദപുസ്തകം എടുത്ത് വായിച്ച് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഈ ഒരു ഘട്ടങ്ങളിലൊക്കെ എനിക്ക് ദൈവത്തോട് അധികമായിട്ട് അടുക്കുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ പലവിധമായ പ്രശ്നങ്ങൾ അവരിൽ നിന്ന് ലോക്കൽസിൽ നിന്ന് നമുക്ക് അനുഭവപ്പെടും. അതൊന്നും അവരൊരു പക്ഷേ നമ്മളുടെ അടുത്ത് വരികയും നമ്മളുടെ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ പോലും മൊബൈൽ ഫോൺ പോലും തട്ടിപ്പറിച്ചുകൊണ്ട് പോകും. അല്ലെങ്കിൽ അത് നമ്മൾ കൊടുക്കാതിരുന്നാൽ ചിലപ്പോൾ നമ്മളെ അവർ ആക്രമിച്ച് അല്ലെങ്കിൽ നമ്മളെ കൊലപ്പെടുത്തുക വരെ ചെയ്യും. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് ഇതിൻ്റെ നമ്മളുടെ ഓർഗനൈസേഷൻ അതിന് കർഫ്യൂ ടൈമുകളുണ്ട്. അല്ലാതെ പോകാനായിട്ട് അനുവദിക്കുകയില്ല. അങ്ങനെ പോകുന്നത് വളരെ അപകടകരമാണ്. അതുകൊണ്ട് നമ്മുടെ കോമ്പൗണ്ടിനകത്ത് മാത്രം നിൽക്കുകയും അതുപോലെ തന്നെ നമ്മളുടെ റൂമിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ദൈവത്തെ വിളിക്കുകയും ഒക്കെ ചെയ്യുവാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷമാണ് ഞാൻ ആ ഭാഗത്തു നിന്നും പോകുവാനായിട്ട് എനിക്ക് സുഡാനിലേക്ക് എനിക്ക് ജോലിയുടെ ഭാഗമായിട്ട് പോകുവാനായിട്ട് സാധിച്ചു. അവിടെ ഡിപ്ലോയ്മെൻ്റ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ചെന്നതിന് ശേഷം സുഡാൻ എന്ന രാജ്യം, വലിയ രാജ്യം, രണ്ടായിട്ട് വിഭജിക്കുകയും വർഷങ്ങളായിട്ട് നടക്കുന്ന അവരുടെ ഒരു പിന്നെ കലാപത്തിൻ്റെ ഭാഗമായിട്ട് 2 ഭാഗങ്ങളായിട്ട് മാറുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഞാൻ ഇന്നത്തെ ആ സൗത്ത് സുഡാൻ എന്ന ഭാഗത്തായിരുന്നു ഞാൻ ഇതിൻ്റെ വിഭജനം നടക്കുന്ന സമയത്ത്. ആ സമയത്ത് അതിലും അപകടകരമായ ഒരു സ്ഥലമായിരുന്നു. അന്ന് ഗോത്രങ്ങൾ തമ്മിലുള്ള വഴക്കുണ്ടായിരുന്നു, അടിപിടികളുണ്ടായിരുന്നു, ആളുകളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുമായിരുന്നു, കൊലപ്പെടുത്തുമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള പലവിധമായ പ്രശ്നങ്ങൾ അവിടെയും ഉണ്ടായിരുന്നു. ഈ സാഹചര്യങ്ങളിലൊക്കെ എന്നെ ദൈവം വളരെ അതിപരിശുദ്ധനായ നമ്മൾ വലിയനായ ദൈവം എന്നെ കാത്തു പരിപാലിച്ചു. അവിടെ നിന്നും പിന്നീടാണ് ഞാൻ ഇപ്പോഴത്തെ സുഡാൻ എന്ന സ്ഥലത്തേക്ക് പോവുകയും ഒക്കെ ചെയ്തത്. അതൊക്കെ വളരെ ജീവിതത്തിലൊരു വളരെ ഒരു അനുഭവമേറിയ ഒരു വലിയ ഓർമ്മിക്കത്തക്ക രീതിയിലുള്ള അനുഭവങ്ങളെ പങ്കുവച്ച ഒരു സമയമായിരുന്നു. അതേപോലെ തന്നെ ഒരു ദിവസം ഈ സൗത്ത് സുഡാൻ എന്ന് പറയുന്ന രാജ്യത്ത് ഞങ്ങൾ 4 പേര് ഒരു വീട്ടിൽ താമസിക്കുകയായിരുന്നു. അന്ന് വെളുപ്പിന് 3 മണിക്ക് ഞങ്ങളുടെ സെക്യൂരിറ്റി പെട്ടെന്ന് ജനറേറ്റർ ഓഫ് ചെയ്യുകയും ആ സമയത്ത് വീടിൻ്റെ 2 വശങ്ങളിലായിട്ട് വളരെ വലിയ രീതിയിലുള്ള വെടിയൊച്ചകൾ കേൾക്കുകയൊക്കെ ചെയ്തു. സെക്യൂരിറ്റി ഞങ്ങളെ വിവരം അറിയിച്ച് റൂമിന് വെളിയിൽ ഇറങ്ങരുത്, വലിയ വെടിവെപ്പ് നടക്കുന്നതായിട്ട് ഞങ്ങൾ കേൾക്കുകയും ഞങ്ങളോട് വെളിയിൽ ഇറങ്ങരുതെന്ന് ഞങ്ങളുടെ സെക്യൂരിറ്റി ഞങ്ങൾക്ക് പിന്നെ ഇൻഫർമേഷൻ തരികയും ചെയ്തു. ഞങ്ങൾ മുറിക്കകത്ത് തന്നെ ഇരുന്നു. വെളുപ്പിനെ 3 മണി തൊട്ട് രാവിലെ 11 മണി വരെ തുടർച്ചയായ ഈ വെടിവെപ്പുകൾ നടക്കുന്ന ഈ സമയത്ത് നിർത്താതെയുള്ള ഈ വെടിവെപ്പിൽ ഞങ്ങൾ അവസാനം ഞങ്ങൾ കിടക്കുന്ന ഞങ്ങളുടെ കട്ടിലിൻ്റെ കീഴിലേക്ക് മാറുകയും കട്ടിലിൻ്റെ കീഴിൽ കിടക്കുകയും ചെയ്യേണ്ടതായ ഒരു അവസരം ഞങ്ങൾക്ക് വന്നു. അതിനുശേഷം 1 മണിയായപ്പോൾ അവർ വെടി നിർത്തി. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 1.5 മണിക്കൂറിന് ശേഷം 2 കൂട്ടരും തമ്മിലുള്ള വെടിവെപ്പ് വീണ്ടും ആരംഭിച്ചു. ആ സമയത്തൊക്കെ ശരിക്കും നാട്ടിലുള്ള കുടുംബത്തെയും ഒക്കെ ഓർത്തു പോകുന്ന ഒരു സമയമായിരുന്നു. ദൈവത്തോട് പ്രാർത്ഥിക്കുക അല്ലാതെ വേറൊരു നിവൃത്തിയുമില്ലായിരുന്നു. അന്ന് ഞങ്ങളൊക്കെ ദൈവത്തോട് വളരെ കരഞ്ഞു പ്രാർത്ഥിക്കുന്നതായ ഒരു അവസരം ആ സമയത്തും ഉണ്ടായിട്ടുണ്ട്. ഈ അനുഭവങ്ങളിൽ ഞാൻ പല സ്ഥലങ്ങളിലും എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ 3-ാമത്തെ ദിവസമാണ് ആ വീട്ടിൽ നിന്ന് ഞങ്ങൾ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചത്. പക്ഷേ ഈ 3 ദിവസവും ഞങ്ങളെ ദൈവം വളരെ
സുരക്ഷിതമായിട്ട് ആ വീടിനുള്ളിൽ കാത്തു പരിപാലിച്ചു എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്, വളരെ സത്യമാണ്. ഇന്നും അത് മായാത്ത ഓർമ്മകളായിട്ട് എൻ്റെ മനസ്സിൽ ഉണ്ട്. മൂന്നാമത്തെ ദിവസം ഞങ്ങൾ സുരക്ഷിതമായ സ്ഥലത്തെത്തുകയും അവിടെ 1.5 മാസത്തോളം സുരക്ഷിത സ്ഥാനത്ത് താമസിക്കുകയും അതിനുശേഷം സമാധാനം പുലർന്നതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ താമസ സ്ഥലത്തേക്ക് പോവുകയും ചെയ്തത്. ഇതൊക്കെ ജീവിതത്തിൽ മറക്കാനാവാത്ത ചില സംഭവങ്ങളാണ്. ദൈവം നമ്മെ ഓരോ സ്ഥലത്തും എത്രത്തോളം കാത്തു പരിപാലിക്കുന്നു എന്നുള്ളത്. ചില സമയങ്ങളിലൊക്കെ ദൈവത്തെ മറന്ന് തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ എപ്പോഴും എന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് പറയാതിരിക്കുവാനായിട്ട് സാധിക്കില്ല. അത്രയും വളരെ നല്ല രീതിയിൽ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു. ആ ദൈവത്തിൻ്റെ വലിയ കൃപകളെ ഓർത്ത് ഞാനിപ്പോഴും ദൈവത്തെ സ്തുതിക്കുകയാണ്. ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും അതിനെ തളരാതെ മുന്നോട്ട് പോകുവാനായിട്ട് ഞാനിന്ന് കരുത്ത് നേടിയിരിക്കുകയാണ് എൻ്റെ ജീവിതത്തിലെ പല അനുഭവങ്ങളിലൂടെ. ജീവിതത്തിലെ സന്തോഷത്തിലും സന്താപത്തിലും ദൈവത്തെ സ്തുതിക്കുക എന്നുള്ള ആ ഒരു മാർഗമാണ്, അതില്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് ഞാൻ ഇന്ന് എൻ്റെ ജീവിതത്തെ കൊണ്ടുപോകുന്നത്. ഒരു കാര്യത്തിലും ഞാനിന്ന് വ്യാകുലപ്പെടുന്നില്ല, ഒരു കാര്യത്തിലും ഞാൻ വിഷമിക്കുന്നില്ല. എന്ത് കാര്യവും ഞാൻ എൻ്റെ ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് തന്നെയാണ് എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇങ്ങനെയുള്ള എൻ്റെ പ്രവാസ ജീവിതത്തിലെ അനേക സംഭവങ്ങൾ എനിക്ക് പറയുവാനായിട്ട് സാധിക്കും. എൻ്റെ കുട്ടിക്കാലം മുതൽ തന്നെ എൻ്റെ അമ്മ എന്നെ പള്ളിയിലേക്ക് സൺഡേ സ്കൂളുകളൊക്കെ പഠിക്കുവാനായിട്ട് വിടുകയും ദൈവത്തിൻ്റെ പ്രാർത്ഥനകളിലൊക്കെ പങ്കെടുക്കുവാനായിട്ടും പ്രാർത്ഥനകളിലൊക്കെ കൂട്ടിക്കൊണ്ടുപോവുകയൊക്കെ ചെയ്തിരുന്നു. എൻ്റെ അല്ലെങ്കിൽ ഒരു യൗവന കാലത്തൊക്കെ ഞാൻ ഇതിലൂടെ മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. അതിനുശേഷം ഞാൻ ഏതോ ചില സമയത്ത് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു വ്യതിചലനമുണ്ടായി എന്നുള്ളത് സത്യമാണ്. ഞാൻ ദൈവത്തെ മറന്ന് ജീവിക്കുന്നതായിട്ടുള്ള ഒരവസരവും ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഞാൻ പ്രവാസ ജീവിതത്തിലേക്ക് പോകുമ്പോൾ അതികഠിനമായ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ ദൈവത്തെ വിളിക്കുമായിരുന്നു. എങ്കിലും നല്ല അനുഭവങ്ങൾ, നല്ല സന്തോഷമുള്ള ജീവിതം കിട്ടുന്ന സമയത്ത് ദൈവത്തെ ഒരു വശത്തേക്ക് മാറ്റി നിർത്തുകയും സന്തോഷത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു രീതിയും ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ വെച്ച് തന്നെ എനിക്ക് എൻ്റെ ജീവിതത്തെ കുറച്ചുകൂടെ ദൈവത്തോട് അടുപ്പിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു എന്നുള്ളത്, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സത്യം. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് എൻ്റെ പിതാവും എൻ്റെ മാതാവും ഈ ലോകത്തോട് യാത്ര പറഞ്ഞതും. അന്ന് എൻ്റെ മാതാപിതാക്കൾക്ക് കൂട്ടായിട്ട് എൻ്റെ ഭാര്യ ആയിരുന്നു. എനിക്ക് ഒരു മകൻ ചെയ്തു കൊടുക്കേണ്ടതായ എല്ലാം അതിനപ്പുറവും എൻ്റെ മാതാപിതാക്കൾക്ക് എൻ്റെ ഭാര്യ ആശ അവരെ ശുശ്രൂഷിക്കുകയും അവരെ ജീവന് തുല്യം സ്നേഹിക്കുകയും മരണം വരെയും അവരോടൊപ്പം അവരെ കാത്തു പരിപാലിക്കുകയും ചെയ്തു. ഈ ഒരു അനുഭവം എന്ന് പറയുന്നത് ഒരു മരുമകൾ ഒരു മകളേക്കായി അധികം എൻ്റെ മാതാപിതാക്കളെ സ്നേഹിച്ചു എന്ന് ഞാനിപ്പോഴും വളരെ അഭിമാനത്തോടു കൂടി പറയുന്നു. കാരണം ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കണ്ണ് തുറപ്പിക്കുവാനായിട്ട് ദൈവം തന്ന ചില മുഖാന്തരങ്ങളാണ്, എന്നെ കാണിച്ചു തന്ന യാഥാർത്ഥ്യങ്ങളാണ്. അതിനുശേഷം ഞാൻ ദൈവത്തിൽ അധികമായി വിശ്വസിക്കുകയും ദൈവത്തോടുകൂടെ
ചേർന്ന് ജീവിക്കുവാനായിട്ട് തീരുമാനമെടുക്കുകയും അതിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഭൗതികമായ നേട്ടങ്ങളല്ല മാത്രമല്ല ദൈവത്തിൻ്റെ അനുഗ്രഹമെന്നും ഭൗതികവും ആത്മീയവുമായ ഒരേ ലെവലിലുള്ള രണ്ട് രീതികളെയും ഒരേ ലെവലിൽ കൊണ്ടുപോവുകയും ഒരു പക്ഷേ ഏതെങ്കിലും ഒരു താഴ്ച ജീവിതത്തിലുണ്ടായാൽ ആ താഴ്ചയിലും ദൈവത്തെ വിളിക്കുക, ഉയർച്ച ഉണ്ടായാലും ദൈവത്തെ വിളിക്കുക എന്നുള്ള ഒരു വലിയ ഒരു സത്യത്തിലൂടെയാണ് ഞാൻ എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓരോ പ്രാവശ്യവും ഞാൻ ലീവിനൊക്കെ വന്നിട്ട് തിരിച്ചു പോകുമ്പോഴും അനുഭവപ്പെടുന്ന ഒരനുഭവം, ഒരു വലിയൊരു ദുഃഖമുണ്ട്. ഉറ്റവരെയും ഉടയവരെയുമൊക്കെ നാട്ടിൽ വിട്ടിട്ട് ഒരു പ്രവാസ ജീവിതത്തിലേക്ക് മറ്റൊരു ദേശത്തേക്ക് ജോലിക്കായി പോകുന്ന ഒരനുഭവം, മാതാപിതാക്കളെ, ഭാര്യയെ, മക്കളെ ഇവരെയൊക്കെ ഒറ്റയ്ക്കുള്ള ഒരു ജീവിതത്തിലേക്ക് ജോലിക്കായിട്ട് വിദേശത്തേക്ക് പോകുമ്പോൾ അവിടെയെല്ലാം താങ്ങും തണലുമായിട്ട് നമ്മുടെ സർവശക്തനായ ദൈവം മാത്രമേ ഉള്ളൂ. ആ ദൈവത്തിൻ്റെ കരുതലിലും ആ ദൈവത്തിൻ്റെ തണലിലുമാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. അതെൻ്റെ ജീവിതത്തിലും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഈ സമയത്ത് വലിയവനായ ദൈവത്തിന് എന്നോടൊപ്പം നിന്ന് എൻ്റെ ജീവിതത്തിൽ ഏത് ഉയർച്ചയിലും താഴ്ചയിലും എൻ്റെ ദുഃഖത്തിലും എൻ്റെ സന്തോഷത്തിലും എല്ലാം എന്നോടൊപ്പം നിന്ന എൻ്റെ സർവശക്തനായ ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്.